നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ള ചാപ്റ്ററിൻ്റെ മറ്റൊരു ഭാഗമാണ്. നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു, അല്ലെങ്കിൽ നെതർലൻഡ്സിൽ നിന്നുള്ളവരായിരുന്നു. അവരെയാണ് ഡച്ചുകാർ എന്ന് പറയുന്നത്. ഡച്ചുകാർ വരുന്ന സമയത്ത് ഓൾറെഡി ഇന്ത്യയിൽ ആരുണ്ടായിരുന്നു? പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുമായി ഏറ്റുമുട്ടുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തതിനു ശേഷമാണ് ഡച്ചുകാർക്ക് ഇവിടെ വാണിജ്യ കേന്ദ്രങ്ങൾ തുറക്കാനായത്. അങ്ങനെ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. പിന്നീട് പോർച്ചുഗീസുകാരുമായി ഏറ്റുമുട്ടിയതുപോലെ തന്നെ ഇവിടെയുള്ള ഭരണാധികാരിയുമായിട്ടും ഡച്ചുകാർക്ക് ഏറ്റുമുട്ടേണ്ടി വന്നു. അങ്ങനെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ ഏറ്റുമുട്ടി എന്ന് 1741. ആ 1741 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലൊരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിട്ട് അത് മാറി. ആ യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടുകൂടി എന്ത് സംഭവിച്ചു? ഡച്ചുകാർക്ക് ഇന്ത്യയിലുള്ള ആധിപത്യം നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ ഡച്ചുകാരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഹോർത്തോസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. എന്താണ് ഈ ബുക്കിൻ്റെ പ്രതിപാദ്യ വിഷയം എന്നറിയാമോ? കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡിയർ ആണ്. അദ്ദേഹമാണ് ഈ ബുക്കിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തെ സഹായിച്ച മലയാളിയാണ് ഇ.ടി. അച്യുതൻ എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലെ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായിട്ടുള്ള ഒരു നാട്ടുവൈദ്യനായിരുന്നു ഇ.ടി. അച്യുതൻ. അദ്ദേഹം ഈ ബുക്കിൻ്റെ രചനയ്ക്ക് ആരെ സഹായിച്ചിട്ടുണ്ട്? ഹെൻറിക് വാൻഡിയറിനെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഹായിച്ചവരാണ് അപ്പു ഭട്ട്, രംഗ ഭട്ട്, വിനായക് ഭട്ട് എന്നിവരും സഹായിച്ചിട്ടുണ്ട്. ഈ ബുക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ ഗ്രന്ഥമാണ് ഏത്? ഹോർത്തോസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഈ ബുക്ക് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ K.S. മണിലാൽ ആണ്. ഇനി പോർച്ചുഗീസുകാരെ തുടർന്ന് ഡച്ചുകാർ ഇന്ത്യയിലേക്ക് വന്നു. ഡച്ചുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വന്നപ്പോൾ ദക്ഷിണേന്ത്യയിൽ, കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങളെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ കച്ചവട ആധിപത്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ആകെ 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇതിലെ അന്തിമ വിജയം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കായിരുന്നു. ഇതേ തുടർന്ന് പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രം ഫ്രഞ്ച് ശക്തി നിലനിന്നു. എവിടെയൊക്കെയാണ്? പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമാണ് ഫ്രഞ്ച് ശക്തി നിലനിന്നിട്ടുള്ളത്. തന്നിട്ടുള്ള ഭൂപടം നിരീക്ഷിച്ച് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവരുടെ അധീനതയിലായിരുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊച്ചി, ഗോവ, ദാമൻ, ദിയു ഇതായിരുന്നു പ്രധാനപ്പെട്ട പോർച്ചുഗീസ് കേന്ദ്രങ്ങൾ. ഡച്ച് അധിനിവേശ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഇനി ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? മാഹി, കാരക്കൽ,
പോണ്ടിച്ചേരി, യാനം. ഇതായിരുന്നു ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ.